ഇരുചോദ്യം ആയിരം ചോദ്യങ്ങൾ നെഞ്ചിൽ കളം വരയ്ക്കുന്നു. ഉറ്റവരുടെ കണ്ണീർക്കിനാവിൻ മിടിപ്പിൽ അമ്മതൻ നെഞ്ചിൻ നെരിപ്പോടിൽ പുകയുന്നു യുവത. തീയേത് തീക്കൊള്ളിയേത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നു യുവത. കനച്ചുപോയി പകലുകൾ, ഭണമേറ്റ രാവുകൾ, വിലപേശി നഷ്ടം കുറിക്കും വ്യതിതമാം യൗവനം. മുളവന്ന വിത്തുകൾ വറചട്ടിയിൽ വീണു കരിയുന്നു. കണ്ണുകൾ പൂട്ടി ഉറക്കം നടിക്കുന്നു നിഴലുകൾ നിയമബോധങ്ങൾ. ഭരണരഥ ചക്രങ്ങൾ കളം വിട്ടുപോകുന്നു. അഭയങ്ങൾ അകലെയാകുന്നു. ഇനി എത്രയുണ്ട്, ഇനി എത്രയുണ്ട് ഈ രാവൊന്ന് പുലരുവാൻ. വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. 10ാം ക്ലാസ് വിദ്യാർത്ഥി തലയ്ക്കടി ഏറ്റു മരിച്ചു. ദൈവമേ, നല്ലൊരു ഞായറാഴ്ചയായിട്ട് വേദനിപ്പിക്കുന്ന വാർത്തയാണല്ലോ കേട്ടത്. ടീച്ചർ ഇന്നത്തെ പത്രവാർത്ത കണ്ടോ? വായിച്ചു ടീച്ചറെ. നമ്മൾ എന്ത് ചെയ്യാനാ? ഈ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട കുട്ടിയാ. അവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കിക്കേ, ചങ്ക് തകരത്തില്ലേ? എന്നാലും ടിവിയിൽ ഈ വാർത്ത കണ്ട് രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ പോലെയല്ലേ ആ മോനും. എന്ത് ചെയ്യാനാ ടീച്ചറെ? നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് ഈ ലഹരി. ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഈശ്വരന് പോലും അറിയത്തില്ല. ആ ഓക്കെ 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 ശരി എന്നാൽ ഓക്കെ ഓക്കെ ശരി. ഹായ്, സജിത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇതേ കല്യാണ ആവശ്യത്തിനുള്ളതാണേ, ഇത് പെട്ടെന്ന് അങ്ങ് എത്തിച്ചേക്കണേ. അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേക്കാം. ഓക്കെ ഓക്കെ. ഹായ് ഹായ് ദേവാ, ഇവിടെ വരെ വന്നതാ. അച്ഛനൊക്കെ സുഖമായിട്ടല്ലേ? ശരി. സജിത്തെ, സ്കൂളിന്റെ പരിസരത്തെ 2 പേര് ബൈക്കിൽ കറങ്ങുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കണേ. അതെ അതെ, ഞങ്ങക്ക് പേടിയാ. എനിക്ക് തോന്നുന്നു അവന്മാർ മറ്റേ ഡ്രഗ്സിന്റെ ആൾക്കാരാണോ എന്ന്. ഞാനും ശ്രദ്ധിച്ചു. കുറച്ച് ദിവസമായി ഇവന്മാർ പലയിടങ്ങളായി ബൈക്കിൽ കറങ്ങുന്നു. മുടി നീട്ടി കുറച്ച് താടി വെച്ചൊരു കറുത്ത ബൈക്കിലല്ലേ അവന്മാർ വരുന്നത്? അവന്മാരെങ്ങോട്ടാ പോയത്? സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ സമീപത്തെ ഇവന്മാരുടെ കറക്കം. എന്നാലാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. വാടാ, വണ്ടി എടുക്കടാ.
ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സർ, ഞാൻ അഡ്വക്കേറ്റ് മാത്യൂസ് വർഗീസാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് വളരെ സംശയാസ്പദമായ രീതിയിൽ 2 കക്ഷികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. അതെ, ശരി സർ. ഈ പിള്ളേർക്കൊക്കെ എന്താ പറ്റി ചേട്ടാ? ചേട്ടാ, കാലത്തിന്റെ പോക്കിപ്പോൾ അങ്ങനാണ് ചേട്ടാ. എന്ത് ചെയ്യാനാ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നമ്മുടെ കുട്ടികളെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. എടോ, എന്നാലും നമ്മുടെ പഴയ കാലം അതായിരുന്നു. എടോ, അന്ന് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് കൈവെട്ടിക്കളിയാണ്. ഇപ്പോഴേ കുമ്മിയടിയില്ല, പകരം കുനിച്ചു നിർത്തി കൂമിനിയാണ് നടക്കുന്നത്. ഇപ്പൊ തുമ്പി തുള്ളലില്ല, പകരം കിടക്കയിലെ തമ്പി കള്ളടിച്ചാ തുള്ളുന്നത്. കൊച്ചേട്ടൻ ഒരു കറുത്ത ബൈക്കിൽ ഇതുവരെ 2 പേര് പോകുന്നതുണ്ടോ? ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഒരു കറുത്ത ബുള്ളറ്റ് പോയതായിട്ട് തോന്നുന്നുണ്ടോ 2 പേരുമായിട്ട്? എന്തായാലും അവൻ്റെ മുഖം ഞങ്ങൾ വ്യക്തമായി കണ്ടിട്ടുണ്ട്. താടി മുടി നീട്ടി വളർത്തി ഒരുത്തൻ. ഇനി അവനങ്ങാണ് ഈ ഏരിയ കണ്ട കൈകാര്യം ചെയ്യുന്ന കാര്യം ഞങ്ങൾ കിട്ടി. എപ്പോഴും സുധാരിക്കട്ടെ. താൻ എവിടെയായിരുന്നു മെമ്പറെ? ഓ, ജനസേവകനായി പോയില്ലേ. നാട്ടിലെ ചെറുതും വലുതുമായിട്ട് പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടല്ലേ പറ്റൂ. അത് വേണോടോ, തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ള തൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അത്. അറിയാവച്ചു. എന്താ സീനിയർ സിറ്റിസൺ ഒരു ചർച്ച? എന്തു പറയാനാച്ചാ, കലികാലമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയല്ലേ. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ കുനിഞ്ഞു നോക്കിയിരുന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ തോണ്ടുന്ന കുറേ വിദ്യാർത്ഥികളെ കണ്ടു. അടുത്തിരിക്കുന്നവനുമായി ആശയവിനിമയം നടത്തുന്നത് സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെയാണ്. മുഖത്തു നോക്കി സംസാരിക്കുന്ന നമ്മുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. മെമ്പർ പറഞ്ഞ ശരിയാ. നമ്മുടെ ശീലങ്ങളൊക്കെ മാറി, ശീലകളും മാറി, കോലങ്ങളും മാറി. ഇപ്പോൾ എല്ലാം അലങ്കോലമായി അല്ലേ അച്ചു? വാസ്തവം. അച്ഛാ, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ള കുട്ടികളാണ് കേട്ടോ. ഫുൾ A+ വാങ്ങിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത കണ്ടല്ലോ, ആവശ്യമില്ലാത്ത ആരുമായി ചെന്നാട്ടം കൂടല്ലോ. മനസ്സിലായോ? ഇല്ല ടീച്ചറെ, ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അവർ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വീടിനും നാടിനും നന്മയുണ്ടാകാൻ വേണ്ടിയാണ്. അത് ഞങ്ങൾക്കറിയാം. അങ്ങനെയൊന്നും ഞങ്ങൾ പോയില്ല. കൊള്ളാം കുഞ്ഞെ, നന്നായി വരും. എന്തോ മെമ്പറെ ഈ MDMA എന്ന് പറഞ്ഞാൽ? ചേട്ടാ, 1910 ജർമ്മനി വേദന സംഹാരണത്തിനു വേണ്ടി കണ്ടുപിടിച്ച ഒരു വേദന സംഹാരി മരുന്നാണ് MDMA. മെത്തിലിൻ ഡയാക്സിൻ മെത്താപിട്ടാമിൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അത് അവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അത് രൂപമാറ്റം വരുത്തി കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ നാട്ടിലുമെത്തി. ഉപയോഗിക്കുന്നവർ ഇത് കിട്ടാതെ വരുമ്പോൾ അത് മേടിക്കാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി അക്രമകാരികളും ആകും. അതാണ് MDMA. ഭഗവാനെ, ഈ MDMA ഇത്ര ഭീകരനാണോ? ഞങ്ങളങ്ങോട്ട് പോട്ടെ.
ഇവൻ നിരവധി കേസിലെ പ്രതിയാ, നോട്ടപ്പുള്ളിയായിരുന്നു. ഇപ്പോഴാ കയ്യിൽ കിട്ടിയേ. ഇവനെപ്പോലുള്ളവന്മാർ ഈ പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് കണ്ടാൽ ഉടൻ ഞങ്ങളെ വിവരം അറിയിക്കണം. പുള്ളി ചെയ്തോളാം. എന്നെ ഉണ്ടായിരുന്നു, നിന്നെ ഞാൻ കത്തിച്ചേന്. നമ്മൾ ഒരുമിച്ചിരുന്നാലേ നമ്മുടെ നാട് നന്നാവും. നല്ലൊരു സാമൂഹ്യസ്ഥിതി ഉണ്ടാകാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും.